ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മൂസ് കിച്ചൻ യുകെയിലേക്ക് സ്വാഗതം. ഞാൻ അമ്മു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ബനാന പുഡിങ്ങാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബനാന എടുത്തിട്ടുണ്ട്, അതുപോലെ ക്രീം ചീസ്, കണ്ടൻസ്ഡ് മിൽക്ക് വേണം, വാനില എക്സ്ട്രാക്റ്റ് വേണം, വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഡബിൾ ക്രീം, അല്പം പഞ്ചസാര. ഇത്രയും സാധനങ്ങൾ കൊണ്ട് ടേസ്റ്റി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ബനാന പുഡിംഗ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു ബനാന മതിയാകും. ഞാനത് സ്ലൈസ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ക്രീം ചീസ് ഒരു അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇടുന്ന 2 സ്പൂണാണ് ക്രീം ചീസ് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂണ് വാനില എസൻസ് ഒഴിച്ചു, വാനില എക്സ്ട്രാക്റ്റ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇപ്പോൾ ഈ മിക്സാണ് നമുക്കിനി ആഡ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഒരു സ്പൂണ് കസ്റ്റർഡ് എടുത്തിട്ടുണ്ട്. അതിൽ ഒരു സ്പൂണ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മിക്സ് നമ്മുടെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന, നമ്മുടെ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന മിൽക്കിലേക്ക് ആഡ് ചെയ്ത് കസ്റ്റർഡ് നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഇപ്പോൾ കസ്റ്റർഡ് നന്നായിട്ട് ബോയിലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മിക്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് കസ്റ്റർഡ് മാറ്റി വെക്കണം കേട്ടോ. ഞാൻ കുറച്ച് കസ്റ്റർഡ് മാറ്റി വെച്ചിട്ടുണ്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ 3 റിച്ച് ടീയുടെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. പ്ലെയിൻ ബിസ്ക്കറ്റാണ്. ഇനി നമുക്ക് ആ കസ്റ്റർഡ് മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യും. ചൂടോടെ തന്നെ ഒഴിക്കണം കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ബനാന സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബനാന വെച്ച് കൊടുക്കാം. ബനാന സ്ലൈസ് ചെയ്തതാണ്. ഞാൻ ഓരോന്നിങ്ങനെ വെച്ച് സെറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്യാം, പക്ഷെ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഓരോ ബനാന അതിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മാറ്റി വെച്ചിരിക്കുന്ന കസ്റ്റർഡ്, നമ്മുടെ മിക്സ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നേരത്തെ ചെയ്തതിന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല മണമുണ്ട് കേട്ടോ. കസ്റ്റർഡിൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. നമുക്ക് എക്സ്ട്രാ ഹെൽത്തി ആയിട്ടുള്ള, രാവിലെ കുഞ്ഞുങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ ഈ പുഡിങ് നമുക്ക് കൊടുക്കാൻ പറ്റും. നല്ലൊരു ഡിസേർട്ടാണ്. കസ്റ്റർഡിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇട്ടു. ഇനി ഇത് 1 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലേക്ക് തണുക്കാനായി മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ബനാന പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. അതിനുശേഷം ഇതിന് മുകളിൽ അല്പം ബിസ്ക്കറ്റ്, നമ്മുടെ റിച്ച് ടീയുടെ ബിസ്ക്കറ്റ് തന്നെ, അല്ലെന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ആണെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ബിസ്ക്കറ്റ് എടുത്തിരിക്കുന്നത് അതൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ച് ചേർത്തതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുഞ്ഞുങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത മനോഹരമായൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.